ഫീച്ചർ മ്യൂസിയം. ഈ കാണുന്ന റോഡാണ് ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് റോഡ് എന്ന് പറയുന്നത്. ഷെയ്ഖ് സയദ് റോഡാണത്. ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ ഒരു സൈഡിൽ വരുന്ന റോഡാണ് മെയിൻ റോഡ് എന്ന് വരുന്നത്. ഇതാണ് ഈ വരുന്ന ബസ് കണ്ടില്ലേ, ഇത് സിറ്റി ടൂറിൻ്റെ ബസ്സാണ്. 200 ദിർഹത്തിനുള്ളിലിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ താരിഫ് വരുന്നത്. സിറ്റിയിലുള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണാനും ഓരോ പോയിന്റിലെത്തുമ്പോൾ ഒരു നിർത്തും, നമുക്കവിടെ ഇറങ്ങിയിട്ട് കാണാനൊക്കെ പറ്റും. നമുക്ക് കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് നടന്നു നോക്കാം. അവിടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ വേറൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്റ്റാച്യൂയും കൂടി ഉണ്ട്. സിമ്പിൾ ഓഫ് വിക്ടറി എന്ന് പറഞ്ഞിട്ടില്ല, അത് വരുന്നത് മറ്റേ സൈഡിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ വരേണ്ടത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി നല്ല ക്രൗഡ് ഉണ്ടാവും. ഇവിടെ വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ വരേണ്ടത്, പക്ഷേ റഷ് ഉണ്ടാവില്ല. ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ 11:30-12 മണിയാണ് ആയിട്ടുള്ളത്. ഇതാണ് ഷെയ്ഖ് സയദ് റോഡ് എന്നുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ നല്ല അടിപൊളി വ്യൂ. ഈ വ്യൂ നമുക്ക് മെട്രോയിൽ പോകുമ്പോഴും കറക്റ്റ് കാണും കേട്ടോ. മെട്രോ അതിൻ്റെ സൈഡിൽ കൂടിയാണല്ലോ പോകുന്നത്. നമ്മൾ നേരെ മുന്നേ കാണാറില്ല. അതാണ് ടെമ്പറസ് ടവർ മെട്രോ സ്റ്റേഷൻ. അവിടെയാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നേരെ ഒരു പാസേജ് ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയാണെങ്കിൽ വേറൊരു സാധനം ഇതിനകത്ത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരാളും കൂടി ഇയാളാണ് ആ വ്യക്തി. ഒരു കുഞ്ഞിൻ്റെ റോബോട്ട് തന്നെയാണത്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഡോഗിൻ്റെ ഒരു ഇത് പറയാം അല്ലേ, ഫോട്ടോ ഷൂട്ടിലാന്ന് തോന്നുന്നു. നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. 2 പേരും പേയ്മെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക. അതിന് നേരെ അപ്പുറം കാണുന്ന ഡെസ്കിൽ നിന്ന് നമുക്ക് ഫോട്ടോ കിട്ടും. ഒരു നാളെ പോലെ തന്നെയല്ലേ തോന്നുന്നത് കാണാൻ. അപ്പോൾ ഈ ടൈപ്പ് റോബോട്ടിന് മിലിറ്ററീൻ്റെ പർപ്പസിനും ഇപ്പോൾ മിലിറ്ററിയിലെ ഒരു ഇതായിട്ട് പോലും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റോബോട്ടിന്. അതിന് ഏത് സൈഡിലേക്കും ഒരേപോലെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഏത് ആംഗിളിലാണെങ്കിലും ബോഡി ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ക്യാമറൻ്റെ മുമ്പിൽ വന്നിട്ട് പോസ് ചെയ്യാണ്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യട്ടത്. ഒരാൾ കണ്ടില്ല ഈ സൈഡിൽ ഒരു ഫോൺ വരും, അവരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ടാബുണ്ട്. ആ ടാബിലുള്ള ഇതിനനുസരിച്ചാണിത് മൂവ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. മേലോട്ട് പോകാനുള്ള ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക. അദ്ദേഹത്തിൻ്റെ ഷോ കഴിഞ്ഞ് പോവാണ്. ഷോ ചെയ്തിട്ട് കൊണ്ടുപോവാണ്. അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വരും. അതേപോലെ തന്നെയാണ് പറക്കുന്ന റോബോട്ട്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.